നമ്മളുടെ ടോപ്പിക് എന്താന്ന് വെച്ചാൽ മിസ്റ്റർ ബീസ്റ്റിന്റെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് 12 വർഷമായി. മോർ ദാൻ എ ഡെക്കേഡ്. ഈ 12 വർഷത്തിൽ 240 മില്യൺ പ്ലസ് സബ്സ്ക്രൈബേഴ്സ് ആണ് മിസ്റ്റർ ബീസ്റ്റിന് കിട്ടിയത്. 240 മില്യൺ. അതുപോലെ തന്നെ 43 ബില്യൺ വ്യൂസ് ആണ്. അതായത് ഈ ലോകത്തിന്റെ പോപ്പുലേഷനേക്കാളും എത്രയോ ഇരട്ടി ആണ് ഒരു നമ്മുടെ ലോകത്തിന്റെ പോപ്പുലേഷൻ. അപ്പൊ 5 ഇരട്ടിയാണ് ഇവരുടെ വ്യൂസ് കിട്ടി. അതില് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താന്ന് വെച്ചാല് 55% സബ്സ്ക്രൈബേഴ്സും മിസ്റ്റർ ബീസ്റ്റിന്റെ ഈ 240 മില്യണിൽ വന്നത് കഴിഞ്ഞ വർഷമാണ്. ഒറ്റൊരു വർഷത്തിലാണ് 55% സബ്സ്ക്രൈബേഴ്സ് കൂടിയത്. അതിൽ 12 വർഷം ശ്രമിച്ചിട്ട് 11ാമത്തെ വർഷമാണ് ഇത്രത്തോളം സബ്സ്ക്രൈബേഴ്സ് കൂടിയത്. അതുപോലെ തന്നെ 51% വ്യൂസ് വന്നതും കഴിഞ്ഞ വർഷമാണ്. അപ്പൊ മൂപ്പര് 11 വർഷം കഷ്ടപ്പെട്ടിട്ട് ആ ഒരു വർഷം കഴിഞ്ഞ ഒരു വർഷത്തിലാണ് ആ 11 വർഷത്തിന്റെ അത്ര റിട്ടേൺ ഒരു വർഷത്തിൽ അങ്ങ് വന്നു. ഭയങ്കര ഒരു ഇംപ്രസീവ് ആയിട്ടുള്ള ഒരു സംഭവം അല്ലാതെ അത് കണ്ടപ്പോ എനിക്ക് നമ്മളുടെ പോഡ്കാസ്റ്റിൽ ഒരു സിമിലാരിറ്റി തോന്നി. ഞങ്ങൾ 3 വർഷമായി പോഡ്കാസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ 3 വർഷത്തിൽ ഞങ്ങൾക്ക് കിട്ടിയ ഗ്രോത്തിനേക്കാളും ഗ്രോത്ത് ഞങ്ങൾക്ക് കഴിഞ്ഞ 5 മാസത്തിൽ കിട്ടി. അതെ, അതിൽ ഏറ്റവും കൂടുതൽ ഗ്രോത്ത് ഞങ്ങൾക്ക് കഴിഞ്ഞ മാസം കിട്ടി. അത് സെമീറും ഞാനും അങ്ങ് ഒരുമിച്ച് പോഡ്കാസ്റ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾക്ക് അത്രയും ഗ്രോത്ത് വന്നു. സോ ഞങ്ങളുടെ പോഡ്കാസ്റ്റിന്റെ ഒരു 2ാം ജന്മം എന്നുള്ള പോലെയായിരുന്നു ഞങ്ങൾ രണ്ടുപേരും. സീസൺ 2 എന്നുള്ള രീതിയിലാണ് അത് വന്നിരുന്നത്. ഞങ്ങൾ ഒരുമിച്ച് നമ്മളുടെ പോഡ്കാസ്റ്റ് കേട്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. നമുക്ക് 75ലേറെ രാജ്യങ്ങളിൽ ലിസണേഴ്സ് ഉണ്ട് ഇപ്പോ. താങ്ക് യു സോ മച്ച്. അതെ, നമ്മളെ മലയാളത്തില് പോഡ്കാസ്റ്റ് വളരെ വിരളമായിട്ടുള്ളൂ. ഞങ്ങൾ പോഡ്കാസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് കുറച്ച് പോഡ്കാസ്റ്റുകൾ ഉണ്ടായിരുന്നു. അപ്പോഴും കുറവായിരുന്നു. പക്ഷെ അവരൊക്കെ നിർത്തിപ്പോയി. അന്ന് ഞങ്ങളുടെ കൂടെ സ്റ്റാർട്ട് ചെയ്ത ആൾക്കാരിലൊക്കെ ഒരു പോഡ്കാസ്റ്റ് തന്നെ നിലവിലുണ്ടോന്ന് ഇപ്പൊ ഡൗട്ടാണ്. അവരൊന്നും ആരെ കുറിച്ചൊന്നും കേൾക്കാറില്ല. ആകെയുള്ള പോഡ്കാസ്റ്റ് പറഞ്ഞാ ഒന്ന് അന്നത്തെ മെയിൻ സ്ട്രീം ആയിരുന്ന കാർത്തിക് സൂര്യന്റെ പോഡ്കാസ്റ്റ്. അവര് ഞങ്ങളും തുടങ്ങണതിന്റെ കുറച്ച് മുന്നേയാണ് അവര് തുടങ്ങിയത്. പിന്നെ പറഞ്ഞാൽ അതിനുശേഷം വന്ന സെലിബ്രിറ്റീസിന്റെ പോഡ്കാസ്റ്റ്, ഈ നമ്മുടെ പോഡ്കാസ്റ്റിൽ വന്ന അപർണ പ്രേംരാജിന്റെ പോഡ്കാസ്റ്റ്, അതൊക്കെ തോമസിന്റെ പോഡ്കാസ്റ്റിലുപരി അതൊക്കെ ഒരു ഇന്റർവ്യൂ ഷോസ് ആണ്. പോഡ്കാസ്റ്റ് ഒന്നും പറയാൻ പറ്റില്ല. പോഡ്കാസ്റ്റ് എന്ന് പറയുമ്പോൾ ഇതേപോലെ നമ്മൾ സംസാരിക്കണം, ഗസ്റ്റിനെ കൊണ്ടുവരുന്നതല്ല. അപ്പൊ പോഡ്കാസ്റ്റ് ഇല്ല എന്ന് തന്നെ പറയാം. അപ്പൊ ഇത് കേൾക്കുന്ന ആൾക്കാർക്ക് നമ്മളെ മലയാളത്തിലും പോഡ്കാസ്റ്റുകൾ വേണം. നമ്മളെ മലയാളത്തിലെ ക്രിയേറ്റേഴ്സിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ മലയാളത്തിലെ ആൾക്കാരെ ഗ്രോ ചെയ്യണം. ദേ ഡിസേർവ് ഇറ്റ്.